എൻ്റെ പേര് ചാക്കോച്ചൻ ടോമിനിക്ക്. ഞാനിപ്പോൾ ഡിഗ്രി എക്സാം എഴുതിയിട്ടിരിക്കുന്നു. ഇപ്പോൾ കൊറോണയൊക്കെ ഏതാണ്ട് വീട്ടിൽ ചുമരുന്നപ്പം പുറകിലൊരു കുളം പണിതേക്കാന്ന് ഓർത്ത് ചെറിയൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറകിലൊരു നാച്ചുറൽ പോണ്ടും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു ചാനൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഓർത്താണ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. കുളം സെറ്റ് ചെയ്തേക്കണം. നമ്മുടെ വീട് പണിതപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ വെറുതെ കിടക്കുമായിരുന്നു. ഇവിടെ ടൈലൊക്കെ ഇങ്ങനെ എടുത്ത് വച്ചേക്കുന്നതുകൊണ്ട് ആകെ മെനടായിട്ടുണ്ട്. പിന്നെ അതെടുത്ത് മാറ്റി ഇവിടെ ഒരു കുളം സെറ്റ് ചെയ്തേക്കാൻ നേരത്തെ ഇവിടെ ചെയ്തതാണ്. ഇതിനിപ്പോ ഏകദേശം എങ്ങനെയാണ് ഇതിന് ആ പടുതയ്ക്ക് വേണ്ടി മാത്രമാണോ ഇത് പൈസ ചെലവായുള്ളൂ? ഇവിടെ ടൈല് വീട് പണി കഴിഞ്ഞപ്പോൾ ടൈല് കുറെ വേസ്റ്റ് വന്നു. ആ ടൈല് വെച്ചാണ് നമ്മളിവിടെ കുളം സെറ്റ് ചെയ്തേക്കുന്നത്. കുളം സെറ്റ് ചെയ്ത് പിന്നെ പടുതയുടെ ചെലവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ബാക്കി എല്ലാ സംഭവങ്ങളും ഇവിടെ ഉള്ളത് തന്നെ. അപ്പോൾ വളരെ ചെലവ് കുറച്ച് ചെറിയൊരു പോണ്ട് ഗാർഡനിൽ സെറ്റ് ചെയ്യാനുള്ള ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് കുളം എടുക്കാം അല്ലേ? ഇതിലിപ്പോ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്? ഇപ്പിട്ടേക്കണത് കോഴിക്കാർപ്പിന് ഇട്ടിട്ടുണ്ട്, ഇന്ത്യൻ കോഴിക്കാർപ്പ്, പിന്നെ ഗോൾഡ് ഫിഷ്, പിന്നെ മോളീനെ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ഏഞ്ചൽ ഫിഷിനെ ഇട്ടിട്ടുണ്ട്. ണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത് കുറച്ച് ഗൗരേനുണ്ട്, പിന്നെ ഒരു 200 ഫിലോപ്പി, പിന്നെ വാളയുണ്ട്. ഇത് കുളം സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് കുളത്തിലെ വേസ്റ്റ് ഇതെല്ലാം എടുത്ത് മാറ്റി ക്ലീൻ ആക്കി, പിന്നെ കുറച്ച് കുമ്മായം, ഒരു 2 പിടി കുമ്മായം ഇട്ട് സെറ്റ് ചെയ്തു. പിന്നെ വെള്ളം കുറച്ച് വന്നു കഴിഞ്ഞപ്പം കുറച്ച് ചാണകം ഇട്ട് കലക്കി വിട്ടു. എന്തോരം? ഏകദേശം ഒരു ബക്കറ്റോളം അല്ലേ? അത് കഴിഞ്ഞ് വെള്ളം വന്ന് നമ്മള് pH സെറ്റ് ചെയ്യാണ്. pH നമ്മൾ നോക്കിയപ്പം 6.5 ആ റേഷ്യോ കിട്ടി. ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മള് മീനെ അങ്ങ് തട്ടി. ഏകദേശം ഒരു 200ഓളം തിലാപ്പിയ ഉണ്ടല്ലോ. അതിപ്പം ബ്രീഡുമായിട്ടുണ്ടല്ലേ? ഇതുവരെയും വിളവെടുത്തില്ലടാ? വിളവെടുത്തായിരുന്നു. നമ്മളെ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിടിക്കും അല്ലേ? അല്ല വേറെ കൊടുക്കുന്നൊന്നുമില്ല. 10-20 മലേഷ്യൻ വാളയുണ്ട്, പിന്നെ ഗൗരയുണ്ട്, ജയന്റ് ഗൗര. അത്യാവശ്യം സൈസ് വരുന്നുണ്ടോ? അത്യാവശ്യം സൈസ് ആയതാണ്. എന്നിട്ട് നമുക്ക് ഇത്രയും തിലാപ്പി കുഞ്ഞുങ്ങളെ കിട്ടി, മലേഷ്യൻ വാളയൊക്കെ ഉണ്ടായിട്ടു അല്ലേ? നമുക്ക് ഇതുവരെ അറ്റാക്ക് ചെയ്തിട്ട് ഇതുണ്ടായിട്ടില്ല. എന്റെ കുളത്തിലാണെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടില്ല. ഇല്ല, ചിലരൊക്കെ പറയുന്നുണ്ട്, നമ്മളോട് അത് ചോദിക്കുന്നുണ്ട് അടുത്തേ, അങ്ങനെ പ്രശ്നമുണ്ടോ, തിലാപ്പിയും വാള ഒന്നിച്ച് ഇടാവോന്ന് തന്നെയുള്ള ഇത് ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലെ? പിന്നെ ഏതെങ്കിലുമൊക്കെ ചത്തുപോവുക അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് നാച്ചുറൽ കുളമാണ്. ഇതിന്റെ വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പം വറ്റിയപ്പോ 2-3 ചത്തുപോയി. അപ്പത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു പൈപ്പിട്ട്. കുഞ്ഞുങ്ങളൊക്കെ കുറെ കൂടിയോണ്ട് ചെറുതായിട്ടൊരു എയറിന്റെ വിഷയം വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു. അതാ ഈ സൈഡിലൊരു ബ്രീഡായ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന തിലാപ്പി ഉണ്ടല്ലോ, അതിന് ചുറ്റും കുഞ്ഞുങ്ങളുണ്ടല്ലോ. കൊള്ളാം, ചെറിയ പൊടി കുഞ്ഞുങ്ങളുമായിട്ട് അല്ലേ? ഈ തിലാപ്പിയ അപ്പൊ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന തിലാപ്പിയക്ക് കളറിലും എല്ലാത്തിലും ഒരു മാറ്റം വന്നേക്കുന്നുണ്ട്, ഫീമെയിൽ തിലാപ്പിയക്ക് അല്ലേ? അത് ഞാൻ പല വീഡിയോകളും കാണിക്കണം എന്ന് ഓർത്ത ഒന്നാണ്. നമുക്കിപ്പോൾ തിലാപ്പിയ വളർത്തുന്ന എല്ലാവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ തിലാപ്പിയുടെ ഇത് ആ കുഞ്ഞുങ്ങളുമായിട്ട് അത് മാറി നിൽക്കുന്നത്, തീറ്റ ഇട്ട് കൊടുത്താലോ ഒന്നും വരാത്ത രീതിയിൽ അല്ലേ? പിന്നെ അപ്പൊ എയറിന്റെ ഒരു ചെറിയൊരു വിഷയം ഉണ്ടല്ലേ മാറി കൂടിയ പിന്നെ? അപ്പോ അതിനനുസരിച്ച് ചെറിയ വളർച്ചയിലും ഇതുണ്ടാവും അല്ലെ? എന്നാലും നമ്മുടെ ഒരു ആവശ്യത്തിനുള്ള ഇതുണ്ടല്ലേ? പിന്നെ ഫിഷിന് കൊടുക്കുന്ന ഫുഡ് ഗ്രോവലിന്റെ പെല്ലറ്റും
കപ്പയുടെ ഇലയാണ്. ഒന്ന് ഫീഡ് ചെയ്ത് കാണിക്കാവോ? കാണിക്കാം. ഒരു പിടിയിടാവോ? പിടിയോ? മൊത്തം മൊത്തം കിട്ടോ ആ സ്ഥലത്ത്? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ സെറ്റ് ചെയ്ത് വയ്ക്കുക.